പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർ ഏരിയാസ് എന്നുള്ളത് വാല്യൂം പ്രൈസും ഡിഫറെൻ്റ് ആണ് എന്നുള്ളൊരു മീനിങ് കോൺസെപ്റ്റ് ക്ലിയർ ആവുക എന്നുള്ളതാണ്. അത് നമുക്ക് ക്ലിയർ ആണ്. വാല്യൂ എന്നുള്ളത് നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതാണെന്നും പ്രൈസ് എന്നുള്ളത് മീൻസ് നമ്മളുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആണെന്നും നമുക്കറിയാം, അല്ലെ വാട്ട് വി പേ എന്നുള്ളതാണെന്ന് നമുക്കറിയാം. ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയതിനു ശേഷം പിന്നീട് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ പിന്നീട് ഡിഫറെൻ്റ് അപ്രോച്ചസ് ഓഫ് മാർക്കറ്റ് നമ്മൾ നോക്കി. ഡിഫറെൻ്റ് അപ്രോച്ചസ് ഓഫ് മാർക്കറ്റിൽ കോസ്റ്റ് ബേസ്ഡ് വാല്യുവേഷൻസ് ഉണ്ട്, ക്യാഷ് ഫ്ലോ ബേസ്ഡ് വാല്യുവേഷൻസ് ഉണ്ട്, അതാണ് ഇൻട്രിൻസിക് വാല്യുവേഷൻസ്. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് വാല്യുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ 3 കേസസ് ആണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോസ്റ്റ് ബേസ്ഡ് വാല്യുവേഷൻസ് ഒരു റീപ്ലേസ്മെൻറ്റ് അപ്രോച്ചാണ്. ഈ ഒരു സിസ്റ്റം റീപ്ലേസ് ചെയ്യാൻ എന്ത് കോസ്റ്റ് വരും എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുക. ക്യാഷ് ഫ്ലോ ബേസ്ഡ് വാല്യുവേഷൻ മെത്തേഡിൽ ഇത് സെയിം അസറ്റ് അല്ലെങ്കിൽ ഈ ഒരു സെയിം അസറ്റ് നെക്സ്റ്റ് കമ്മിങ് ഇയേഴ്സിൽ എന്ത് വാല്യൂ ആണ് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ പോകുന്നത്, അതിനെ കറണ്ട് പ്രൈസിലേക്ക് അല്ലെ പ്രസൻറ്റ് പ്രൈസിലേക്ക് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്യാഷ് ഫ്ലോ ബേസ്ഡ് വാല്യുവേഷൻസ് എന്നുള്ളത്. പിന്നെ അതേപോലെ സെല്ലിംഗ് പ്രൈസ് വാല്യുവേഷൻ, സെല്ലിംഗ് പ്രൈസ് ബേസ്ഡ് വാല്യുവേഷൻസ്. സെല്ലിംഗ് അത് റിലേറ്റീവ് വാല്യുവേഷൻസ് എന്ന് പറയും, അതൊരു കമ്പാരിറ്റീവ് മെത്തേഡാണ്. ആ കമ്പാരിറ്റീവ് മെത്തേഡിൽ സെല്ലിംഗ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആണ് മെയിനായിട്ട്. ആ മാർക്കറ്റ് പ്രൈസോ വാല്യൂയോ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് സെല്ലിംഗ് പ്രൈസ് ബേസ്ഡ് വാല്യുവേഷൻസ് എന്ന് പറയുക. അത് നമ്മൾ ഓൾറെഡി കുറച്ച് ഒരു ഇൻട്രഡക്ഷൻ പോർഷൻസ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അവിടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മേജർ വാല്യുവേഷൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ മേജർ ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയും ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെ ഈ 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. അതിന് ശേഷം ഓക്കെ, ഇവിടെ സെല്ലിംഗ് പ്രൈസ് മെത്തേഡിൽ നമുക്ക് പി റേഷ്യോ നമുക്ക് ചെക്ക് ചെയ്യണം, പി ബി റേഷ്യോ നോക്കാനുണ്ട്. അതേപോലെ തന്നെ എൻ്റർപ്രൈസ് വാല്യൂ ഡിവൈഡഡ് ബൈ EBIT മെത്തേഡ്, EBITDA മെത്തേഡ് നമുക്ക് നോക്കാനുണ്ട്. ജസ്റ്റ് അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഓക്കെ, പിന്നെ നമ്മൾ നേരെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്നുള്ളത് ക്യാഷ് ഫ്ലോ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡൽസിലേക്കാണ്. അവിടെ നമുക്ക് 3 അതല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡൽസിൽ ട്രൈ ചെയ്യുന്നത് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്യൂച്ചർ ഇൻഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ വാല്യൂ എക്സിസ്റ്റിംഗ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളൊരു ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവിടുത്തെ കോർ ഫാക്ടർ എന്നുള്ളത് ഡിവിഡൻഡ് ആണ്. അത് ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ്. ആ ഡിവിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഡിവിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. അതേപോലെ ഡിസ്കൗണ്ടഡ് റേറ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഗ്രോത്ത് റേറ്റും ഉണ്ടാവും. ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെയിൻ മേജർ അസംഷൻസ്. പിന്നെ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവും. പിന്നീട് നെക്സ്റ്റ് ഡിവിഡൻഡ്. ഇപ്പോൾ ഇത് ഏത് കമ്പനീസിനാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ മാർക്കറ്റിലെ എന്താണ് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള കമ്പനീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഡിവിഡൻഡ് ഡിസ്കൗണ്ട് മോഡൽ. ജസ്റ്റ് നമ്മൾ പറഞ്ഞു. ദെൻ ഇനി നെക്സ്റ്റ് വൺ ആണ് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഇക്വിറ്റി മോഡൽ. ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഇക്വിറ്റി മോഡൽ എന്നുള്ളത് നെക്സ്റ്റ് ഒരു ടൈപ്പ്. അതായത് ഡിവിഡൻഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഒരു ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നടത്തുന്നത്. ആ ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നമുക്ക് പ്രോഫിറ്റബിൾ ഒന്നും അല്ലാത്ത കമ്പനീസിനെയൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡ് ശരിക്കും എപ്പോഴാണ് മോർ ആക്യുറേറ്റ് ആവുക എന്ന് ചോദിച്ചാൽ വലിയ ഡെപ്റ്റ് ഒന്നും ഇല്ലാത്ത കമ്പനീസിൻ്റെ സെനാരിയോസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഇക്വിറ്റി മെത്തേഡ് എന്നുള്ളത്. തേർഡ് വൺ എന്നുള്ളത് ഇക്വിറ്റിയും അതേപോലെ ഡെപ്റ്റ് എന്നുള്ള ഫാക്ടേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് മീൻസ് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഫേം എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ജസ്റ്റ് നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഡിസ്കൗണ്ട് മോഡൽ നമ്മൾ പറഞ്ഞു. ഡിസ്കൗണ്ട് മോഡൽ വാല്യൂ ഈസ് ഈക്വൽ ടു D1 എന്നുള്ളത് എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ആണ് ഡിവൈഡഡ് ബൈ K മൈനസ് ഗ്രോത്ത് ആണ്. K എന്നുള്ളത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ്, ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആണ്. പിന്നെ ഗ്രോത്ത് ഒരു സ്റ്റേബിൾ റേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു അസംഷൻ.
അപ്പോൾ ഇത് മെച്യൂർഡ് ആയിട്ടുള്ള കമ്പനിയിൽ സ്യൂട്ടബിൾ ആണെന്നുള്ളത് ഓർത്ത് വെക്കണം. പിന്നെ ജസ്റ്റ് കാൽക്കുലേഷൻസ് നമ്മളൊരു 1-2 ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ജസ്റ്റ് ആ കാൽക്കുലേഷൻസ് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഈ ഫിൻബോക്സ് എന്നുള്ള ആപ്പിൽ നമുക്ക് വാല്യുവേഷൻസ് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദെൻ നമുക്ക് നെക്സ്റ്റ് മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് വണ് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഇക്വിറ്റി മോഡലാണ്. നെക്സ്റ്റ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മോഡലിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഇക്വിറ്റി മോഡൽ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഏത് കോണ്ടെസ്റ്റിലാണ് യൂസ്ഫുൾ ആവുക. അപ്പോൾ ഡിവിഡൻഡ് ഒന്നും പ്രൊവൈഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു കൾച്ചർ ഇല്ലാത്ത കമ്പനീസിനൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ കമ്പനീസിനാണ് സ്യൂട്ടബിൾ ചോദിച്ചാൽ ഡു നോട്ട് പേ ഡിവിഡൻഡ് ടു ഓൾ ദ മെമ്പേഴ്സ്, അല്ലെ പേ വെരി സ്മോൾ, ചെറിയ ഒരു വാല്യുവേഷൻസ് ഒക്കെ നമ്മൾ കൺസിഡർ. ഇപ്പം എക്സാമ്പിൾ എടുക്കുമെങ്കിൽ നമ്മൾ എക്സാമ്പിൾ എടുക്കുന്നു, MRFന്റെ എക്സാമ്പിൾസ് എടുക്കുകയാണെങ്കിൽ അവർ വളരെ 10 രൂപ 20 റുപ്പീസ് ഒക്കെയാണ് ഡിവിഡൻഡ് കൊടുക്കുക. പക്ഷെ അവരുടെ ഒരു ഷെയർ പ്രൈസ് നോക്കുന്ന സമയത്ത് 1,30,000 1,40,000 ഒക്കെയാണ് വരുന്നത്. അപ്പം അത്രയും വളരെ ചെറിയൊരു, വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയുടെ ആ ഡിവിഡൻഡ് യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നത് പലപ്പോഴും എന്തല്ല, അത്ര ഒരു നല്ല പ്രാക്ടീസ് അല്ല. അപ്പം അത്തരം കമ്പനീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ഫ്ലോ മീൻസ് ഇക്വിറ്റി ബേസ്ഡ് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഇക്വിറ്റി എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ഗൂഗിളിൻ്റെ കേസ് മാത്രമല്ല, ഇന്ത്യൻ കമ്പനീസിലാണെങ്കിലും പല കമ്പനീസും, ഇപ്പോൾ റിലയൻസ് ആണെങ്കിലോ അത്തരം കമ്പനീസ് ഒന്നും നമുക്ക് അനലൈസ് ചെയ്യാൻ ഡിവിഡൻഡ് മോഡൽസ് യൂസ് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ ഇക്വിറ്റി ബേസ്ഡ് അനാലിസിസ് നമുക്ക് മുന്നോട്ടേക്ക് വയ്ക്കാം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഫ്രീ ക്യാഷ് ഫ്ലോ ഫ്രം ഇക്വിറ്റി മോഡലിൽ നമുക്ക് ചെക്ക് ചെയ്യുന്നതല്ലേ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് നോർമൽ എന്താണ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോനെ തന്നെയാണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ക്യാഷ് ആക്ച്വലി അവൈലബിൾ ടു ഇക്വിറ്റി ഹോൾഡേഴ്സ്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് അതാണ്. അപ്പം ഇക്വിറ്റി ഹോൾഡേഴ്സ് ആണ് ദ റിയൽ ഓണേഴ്സ്, ആ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ആ ഇക്വിറ്റി ഓണേഴ്സിന് അവൈലബിൾ ആയുള്ള ഫണ്ട് എത്രയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് ബേസ്ഡ് ഓൺ ദ ഓപ്പറേറ്റിംഗ് റവന്യൂ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇൻ സിംപ്ലി ഇത്ര നോക്കിയാൽ മതിയല്ലോ, ഈ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇൻഫ്ലോസ് എത്രയാണ്, ആ ഇൻഫ്ലോസിലെ എല്ലാ എക്സ്പെൻസസും കഴിഞ്ഞു, ആ എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിയൽ ഇക്വിറ്റി ഓണേഴ്സിന് ഏത് എമൗണ്ട് ആണോ ബാലൻസ് ഉള്ളതെന്നുള്ളതാണ് ശരിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റയർ ഫേമിൽ ഇത്ര എമൗണ്ട് ആണെങ്കിൽ അതിനെ പെർ ഷെയർ ഹോൾഡേഴ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എന്ത് ചെയ്യാം, പെർ ഷെയർസിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് ഇതാണ്, അതിൻ്റെ വാല്യുവേഷൻസ് വന്നിട്ടുള്ളത് ഇത്രയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ഡിസിഷൻസ് എടുക്കാൻ ഈസി ആയിരിക്കും. കാരണം വാല്യൂയും പ്രൈസും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാം. ഇനി അത് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാം. അപ്പം വാല്യൂ തീരെ കുറവാണ്, പ്രൈസ് ഹൈ ആണെങ്കിൽ നമുക്ക് അത്തരം ഷെയർസിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി എൻ്റേർഡ് ആണെങ്കിൽ അത് സെല് ചെയ്ത് മാറി നിൽക്കാം. ദെൻ തിരിച്ചു നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആദ്യം ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഫെമിലിയർ ആവാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് നമുക്ക് പതുക്കെ പോവുകയും ചെയ്യാം. ശരിക്കും ഇത് കുറേ അധികം പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടല്ല ശരിക്കും നമ്മളെ സിലബസ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ കുറച്ച് പ്രോബ്ലംസും കൂടെ എടുത്ത് ചുമ്മാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഇക്വിറ്റി മോഡൽ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. നമുക്ക് ഓപ്പറേറ്റിംഗ് റവന്യൂ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ മൈനസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ഇൻട്രസ്റ്റ്, കാരണം ഇവിടെ ഇൻട്രസ്റ്റും കൂടെ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് വണ്ണിൽ ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട. ഇൻട്രസ്റ്റ് ദെൻ പ്ലസ് നെറ്റ് ബോറോയിങ്സ് ആണ്. അപ്പോൾ നെറ്റ് ബോറോയിങ്സിൻ്റെ സെനാരിയോയിൽ നമുക്ക് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്, പേ ആണ് ചെയ്യുന്നതെങ്കിൽ ലെസ് ചെയ്യാം, അതല്ല നമുക്കതിന് ഇൻഫ്ലോ ആണ് ഉള്ളതെങ്കിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുന്നത്. കാരണം അതാണ് നമ്മൾ ക്യാഷ് ഫ്ലോനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റമാണോ ഡിക്രീസ് ചെയ്യുന്ന ഐറ്റമാണോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഇങ്ങനെ സിംപ്ലി ഇത്രയേ എടുക്കുന്നുള്ളൂ. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും അതേപോലെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്നുള്ളത് നോർമലി റെസീപ്റ്റും അതേപോലെ എക്സ്പെൻസസും റെഡ്യൂസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. അതിൽ നിന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും
ഇൻട്രസ്റ്റും ലെസ് ചെയ്യുന്നു. അതിനുശേഷം ഏതെങ്കിലും ബോറോയിങ്സ് ഉണ്ടെങ്കിൽ ബോറോയിങ്സിൻ്റെ റീപേയ്മെൻറ്റ്സ് ആണെങ്കിൽ ലെസ് ചെയ്യും, ബോറോയിങ്സിൻ്റെ ഇൻഫ്ലോസ് ആണെങ്കിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് അറ്റ് ദ ടൈമിലുള്ള കമ്പനീസിൻ്റെ മീൻസ് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഇക്വിറ്റി എന്നുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ ദെൻ അതിന് നോർമലി അത് ടോട്ടൽ വാല്യൂ ആയിരിക്കും ലഭിക്കുക. ആ ടോട്ടൽ വാല്യൂവിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ യൂണിറ്റ് വാല്യൂ അവൈലബിൾ ആവും. ആ പെർ യൂണിറ്റ് വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പാരിസണും പോസിബിൾ ആകും. നമുക്ക് ചെറിയൊരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻസർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇനി അത് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ജസ്റ്റ് ഇങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. സപ്പോസ് ദ കമ്പനി ജനറേറ്റ് 100 CR ആണ് ആസ് ആൻ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ദെൻ അതിന് ശേഷം എക്സ്പെൻഡിച്ചേഴ്സ് വരുന്നു. 30 CR ഇസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ആൻഡ് ദെൻ 10 CR ഇസ് എ ഇൻട്രസ്റ്റ്, ആൻഡ് ദെൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റൈസ് ഓക്കെ 20 CR ആസ് ദ ബോറോയിങ്സ്. അപ്പോൾ 20 CR എന്നുള്ളത് നമുക്ക് അഡീഷണൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. 10,000ഉം 30,000 CRും അല്ല 30 CRും 10 CRും നമുക്ക് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ഈ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് ഫ്രീ ക്യാഷ് ഫ്ലോ ഫ്രം ഇക്വിറ്റി മോഡൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ. നേരെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്താൽ മതി. ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഇൻഫ്ലോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോ എന്നുള്ളത് 100 CR ആണ്. ദെൻ അതിന് ശേഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തരുന്നു. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇസ് ദ 30 CR. ദെൻ ഇൻട്രസ്റ്റ് നമുക്ക് പ്രൊവൈഡഡ് ആണ്. ഇൻട്രസ്റ്റ് ഇസ് 10 CR. ആൻഡ് ദെൻ ബോറോയിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബോറോയിങ് ഇൻഫ്ലോ ആണ്, ഔട്ട്ഫ്ലോ അല്ല, അത് 20 CR ആണ്. ഇത്രയും വാല്യൂ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ഔട്ട്പുട്ട് കിട്ടുക എന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ നമുക്കത് അപ്ലൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്നുള്ളത് ഇതേപോലെ അതിലെ എക്സ്പെൻഡിച്ചേഴ്സ് ഡിഡക്റ്റ് ചെയ്ത വാല്യൂ ആണ്. ആ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കംപ്ലീറ്റ്ലി ഓണേഴ്സിനുള്ളതല്ല. അവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും കൂടെ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് ഓണേഴ്സിൻ്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇത്തരം പ്രോബ്ലംസ് നമുക്ക് നേരെ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരും. ആ സമയത്ത് ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ. നമുക്ക് അത് കമ്മിങ് ക്ലാസ്സുകളിലൊക്കെ സോൾവ് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ സംഗീത് ഉണ്ടായിരുന്നില്ലേ? സംഗീത് ഓഡിബിളാണോ? ആണല്ലേ? കാണാൻ വഴിയുണ്ട്. അപ്പോൾ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻ ഒന്ന് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യണേ. നമുക്ക് എന്നാൽ അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഫ്രെയിം ചെയ്യാം. എന്നാൽ എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എടുക്കാമല്ലോ കുറച്ചധികം. ഓക്കെ, എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ജസ്റ്റ് പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഇനി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ടാൽ മതി. ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നമുക്ക് നമ്മളെ ഡിസ്കഷൻ ടോപ്പിക്കുമായി ബേസ് ചെയ്ത് അതുകൊണ്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് അത് ഡിസ്കഷൻ എടുക്കുകയും ചെയ്യാം അതാത് സമയത്ത്. ഇപ്പം കുറച്ചുണ്ടാവും. കഴിഞ്ഞ ദിവസം സിയാൻ ഷെയർ ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നെക്സ്റ്റ് പോർഷനായി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് സെഷനിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഇത്ര 100 CR ആണ്. 100 CR മൈനസ് 30 CR. കാരണം 30 CR ഇസ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൈനസ് 10 CR അത് ഇൻട്രസ്റ്റ് ആണ്, പെയ്ഡ് ആണ്. ആൻഡ് ദെൻ നെറ്റ് ബോറോയിങ് ഇൻഫ്ലോസ് ഉണ്ടായിട്ടുണ്ട്, അത് 20 CR ആണ്. അപ്പോൾ ആ 20 CR ആഡ് ചെയ്യുന്നു. ബാലൻസ് എമൗണ്ട് എല്ലാം എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് എത്രയായിരുന്നു അതിൻ്റെ ഒരു ഫിഗർ ഉള്ളതെന്ന് ജസ്റ്റ് നോക്കിയാൽ ഓക്കെ, അറൗണ്ട് ഒരു 80 rupees ആയിരിക്കും, 80 CR ആയിരിക്കും ഉണ്ടാവുക. 80 CR എന്നുള്ളത് എൻറ്റയർ കമ്പനിയാണ്. അതിനെ പെർ യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കൊരു ഈസി ആയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യണമെങ്കിൽ. ഓക്കെ, ആ ഒരു
സിമ്പിൾ കോൺസെപ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വിചാരിക്കുന്നു. ഇനി നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു ഇൻഫ്ലോസിനെ ബേസ് ചെയ്തിട്ടാണ്, ആ ഇൻഫ്ലോസ് ആണ് ശരിക്കും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എക്സ്പെൻഡിച്ചേഴ്സ് കൊണ്ട് എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ മോഡലിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണും കൂടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് നാളത്തെ സെഷനിൽ കുറച്ച് പ്രോബ്ലംസ് ഇത് റിലേറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഫേം എന്നുള്ള മോഡലാണ്. അപ്പോൾ ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഫേം എന്ന് പറയുന്ന സമയത്ത് എന്താ ഡിഫറൻസ് ചോദിച്ചാൽ, അല്ല ഇത് ആർക്കാണ് യൂസ്ഫുൾ ആവുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നോർമലി ഫസ്റ്റ് മോഡലിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അത് ഡിവിഡൻഡ് റെഗുലറായിട്ട് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസാണ്. ഇപ്പോൾ ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാത്ത കമ്പനീസ് ആണെങ്കിൽ നമുക്ക് അവിടെ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാം, ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഇക്വിറ്റി ആൻഡ് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഫേം. ഇനി ഈ ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഫേം എന്നുള്ളത് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത്, എസ്പെഷ്യലി യൂസ്ഫുൾ when it's difficult to estimate the company's future borrowings and repayment decisions. എസ്പെഷ്യലി കൂടുതൽ ഡെപ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇക്വിറ്റിയുടെ അത്രയും അല്ല ഇക്വിറ്റിയെ പോലെ തന്നെ ഡെപ്റ്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ ആ എസ്റ്റിമേഷൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആവുന്ന സെനാരിയോസിലോ അല്ലെങ്കിൽ അതിൻ്റെ റീപേയ്മെൻറ്റ്സും അതിൻ്റെ ഫ്യൂച്ചർ ബോറോയിങ്സും ഒക്കെ കൺസിഡർ ചെയ്യേണ്ട സമയങ്ങളിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്നുള്ളത് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഫേം എന്നുള്ള മോഡലാണ്. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മളത് കൂടുതൽ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അപ്പോൾ ഫസ്റ്റ് വണ്ണ് നമുക്ക് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസിൽ യൂസ് ചെയ്യാമെങ്കിൽ, സെക്കൻഡ് വണ്ണ് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാത്ത ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനീസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഡെപ്റ്റ് കുറേ കൂടെ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള കമ്പനീസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതിനുശേഷം നമുക്ക് ഒരു കമ്പനിക്ക് ഒരു ക്ലിയർ ഡെപ്റ്റ് പോളിസീസ് ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് ഉണ്ട്, ഡെപ്റ്റ് പോളിസീസ് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന, ഡെപ്റ്റ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, അത് പ്രോപ്പർ റീപേയ്മെൻറ്റ്സ് ഒക്കെ വരുന്ന ടൈപ്പ് കമ്പനീസ് ആണെങ്കിൽ നമുക്ക് അത്തരം കമ്പനീസിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്നുള്ളത് ഫ്രീ ക്യാഷ് ഫ്ലോ ടു ഫേം മോഡലാണ്. ജസ്റ്റ് ഇക്വേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ സെയിം തന്നെയാണ്, നേരത്തെ നമ്മൾ ട്രൈ ചെയ്ത സെയിം ഇക്വേഷൻസ് തന്നെയാണ് ഇവിടെ ട്രൈ ചെയ്യേണ്ടത്. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രം. അത് ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്നില്ല, കാരണം ഇൻട്രസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ഇൻട്രസ്റ്റ് എന്നുള്ളത് ഈ ക്യാഷ് ഫ്ലോൻ്റെ പാർട്ടാണ്. കാരണം ഇവിടെ ഡെപ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കോൺസെപ്റ്റ് ക്യാപിറ്റലിൽ, അതുകൊണ്ട് അത് ഇൻക്ലൂഡഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ അതൊരു എക്സ്പെൻഡിച്ചേഴ്സ് ആയിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. represent the cash flow available for all the providers of the capital is both equity and debt holders എന്നുള്ളതാണ്. നേരത്തെ നമുക്ക് ഇക്വിറ്റി ഹോൾഡേഴ്സ് മാത്രമായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇവിടെ ക്യാപിറ്റൽ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഇക്വിറ്റിയും ഡെപ്റ്റും വരുന്നുണ്ട്. ആ സമയങ്ങളിൽ ഓപ്പറേറ്റിംഗ് ചെറിയൊരു ചേഞ്ചുള്ളൂ, ഓർത്ത് വയ്ക്കാനും വലിയ ബുദ്ധിമുട്ട് വരില്ല. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ മൈനസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടാക്സ് ബെനിഫിറ്റ് ഓൺ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. ടാക്സ് ബെനിഫിറ്റ് ഓൺ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇനി ടാക്സ് ബെനിഫിറ്റിനെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമാണ് നമുക്ക് അവിടെ ഇതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻസിൽ ഡിഡക്റ്റ് ചെയ്യാനുണ്ടാവുക. ജസ്റ്റ് ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുകയും ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇവിടെ നമുക്കൊരു ഇൻഡയറക്റ്റ് ഇക്വേഷൻസും കൂടെ ഉണ്ട്. കാരണം ഇനി ഇൻഡയറക്റ്റ് ഇക്വേഷൻസ് നമ്മൾ നോക്കി വെക്കണമെന്ന് ചോദിച്ചാൽ നോക്കി വെക്കണം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് EBIT ആണ് തന്നിട്ടുള്ളത്. EBIT എന്നുള്ളത് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് തന്നിട്ട് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാണ്. ഫ്രീ ക്യാഷ് ഫ്ലോ ഓഫ് ഫേം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻസും ഈ ഒരു മെത്തേഡും ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാനുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ,
EBIT ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ആണ്. കാരണം ടാക്സ് നമുക്കിതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാക്സ് ലെസ് ചെയ്യുന്നത്. ടാക്സ് കാരണം EBITയിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. EBIT എന്നുള്ളത് ടാക്സ് ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് ഇൻട്രസ്റ്റ് ഡെപ്റ്റും കൂടെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാത്തത്, മീൻസ് ലെസ് ചെയ്യാത്തത്. അപ്പോൾ ടാക്സ് ഇതിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്യുന്ന സമയത്ത് 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്യുന്ന സമയത്ത് EBITയിലെ ടാക്സ് പോർഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അല്ല സെപ്പറേറ്റ് ടാക്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് ഡയറക്റ്റ്ലി ലെസ് ചെയ്താൽ മതി. അങ്ങനെ ടാക്സ് റേറ്റ് ഒഴികെയുള്ള ടാക്സിൻ്റെ എമൗണ്ട് ഒഴികെയുള്ള വാല്യൂവിനോട് നോൺ ക്യാഷ് ഐറ്റംസ്, നോൺ ക്യാഷ് ചാർജസ്, അതാണ് ഡിപ്രീസിയേഷൻസ് ഒക്കെ, ഡിപ്രീസിയേഷൻസ് ആഡ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം നോർമലി നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുക. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആഡ് ചെയ്യുക. അതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ് മാത്രം കറണ്ട് പീരീഡിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടേം എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. അപ്പോൾ ഷോർട്ട് ടേം എക്സ്പെൻഡിച്ചർ ടോട്ടൽ അല്ല, ഇൻക്രീസ് ആണ്. ആ ലാസ്റ്റ് ഇയറുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടെങ്കിൽ ആ ഇൻക്രീസ് മാത്രം എന്ത് ചെയ്യുന്നു. ഇത് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ആണ് തോന്നിയാലും നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ റിയൽ ടൈം പ്രോബ്ലംസ് എടുത്ത് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. ദെൻ അതോടുകൂടി ഏതെങ്കിലും അസറ്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോലെ നമുക്ക് ഏതെങ്കിലും ഫിക്സഡ് അസറ്റ്സ് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യുക, തിരിച്ച് ആഡ് ചെയ്യുകയും ചെയ്യുക. അത് ക്യാഷ് ഇൻഫ്ലോ ആയതുകൊണ്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാലോ. ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് റിലേറ്റ് ചെയ്ത കുറച്ച് ഇക്വേഷൻസും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ അത് നാളത്തെ ഒരു സെഷനിൽ അവരും കൂടെ ജോയിൻ ചെയ്തിട്ടാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നാളത്തേക്ക് 2 മോഡൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഈ ഒരു പ്രോബ്ലം ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇവിടെ EBIT തന്നിട്ടുണ്ട് 100 CR ആണ്. ടാക്സ് റേറ്റ് തന്നു 25% ആണ്. ഡിപ്രിസിയേഷൻ തന്നിട്ടുണ്ട്, അത് 10 CR ആണ്. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ തന്നു 15 ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡിപ്രിസിയേഷൻ എന്നുള്ളത് നോൺ ക്യാഷ് ഫ്ലോ ഐറ്റംസ് ആണ്, അതുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓൾറെഡി ഞാൻ ആൻസർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ആൻസർ ചെക്ക് ചെയ്യാതെ തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവോ. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സംഗീത ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇന്ന് എന്ത് പറ്റി? എന്താ അറിയില്ല, പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇന്നലെ ജസ്റ്റ് വാക്ക് സ്റ്റാർട്ട് ചെയ്ത് 20 മിനിറ്റ്സ് ഒക്കെ എടുത്ത് രാവിലെ ഓഫീസിലൊക്കെ പോയി. പക്ഷേ ഈവനിങ് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓരോ വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരുപാട് ക്ലയൻസിന്റെ സംസാരിച്ചു. പിന്നെ ഒരു ക്ലയന്റ് ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ മ്യൂച്വൽ ഫണ്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ സംസാരിച്ചിങ്ങനെ വന്ന് വീട്ടിലെത്തി. ഭയങ്കര പെയിൻ തലേന്റെ ബാക്കിൽ എന്താണെന്നറിയില്ല. കുറച്ചു നേരം കണ്ണടച്ച് കിടന്നപ്പോ സുഖമായി. പക്ഷെ ഞാൻ പിന്നെ എണീറ്റ് പോയി ഇരുന്നപ്പോ സോഫയിൽ ഇരിക്കുമ്പോ നല്ല പെയിന്. പെട്ടെന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണോ? വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും.
അത് നോർമലാണ് ശരിക്കും. അപ്പോൾ ഇന്നിപ്പോ ഉറങ്ങി പോവായിരിക്കില്ലേ? പക്ഷെ നാളെ പറ്റുവാണെങ്കിൽ നിർത്തരുത് എന്ന് പറയാം. നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിലങ്ങ് പോകും. ഞാൻ നിർത്താതൊക്കെ നോക്കി. പക്ഷെ അത് മാക്സിമം എന്ത് ചെയ്താന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടും പറയാറ്, ഇപ്പോൾ ജസ്റ്റ് നമ്മളൊരു 1/2 hour നടന്നിട്ടോ ഓടിയിട്ടോ തുടങ്ങാതെ ആദ്യം ഒരു 10 minute മാത്രം നടക്കുക ആദ്യത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം അതേപോലെ 10 minute തന്നെ നടക്കുക. അപ്പം തന്നെ നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒട്ടും ചെയ്യാത്തൊരു സാധനം അടുത്ത ദിവസം ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു പെയിൻ ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക, ഒരു 1 week മാക്സിമം 10 minute തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് എത്ര സമയം ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു 1 week കഴിഞ്ഞാൽ. 1 weekന്റെ ഒരു ബുദ്ധിമുട്ട്, ഇത് ഇപ്പം ജിമ്മിലൊക്കെ പോകുമ്പോൾ ഇതേ സെയിം സാധനം ഉണ്ടാവും. 1 week ഭയങ്കര മടിയും കഷ്ടപ്പാടും ആയിരിക്കും പോകാൻ. പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. മനസ്സിലായി. പക്ഷെ ബാക്കിൽ ഇങ്ങനെ തല പിടിച്ചു വെക്കുന്നത് ചിലപ്പം ജലദോഷത്തിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായി മാറിയിട്ട് ഇറങ്ങുന്നതായിരിക്കും നന്നാവുക. നാളെ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് പിന്നെ അതെ കഫക്കെട്ട് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ.